ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജ് ഡീൻ എം കെ നാരായണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഹരാസ്മെൻറ്റ്, സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, അതിൽ വർക്ക് പ്ലേസ് ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് കോളേജാണ്. അപ്പോൾ അത് UGCയുടെ മാനദണ്ഡം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതനുസരിച്ചുള്ള ഒരു കമ്മിറ്റിയാണ് ചെയ്തത്. ആ കമ്മിറ്റി ചെയ്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ കടമ. ഈ സ്റ്റുഡൻറ്റിന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടിയുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗുരുതരമായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആണെങ്കിലും പോലീസിൽ എത്തിക്കാൻ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് അധികാരമില്ല. അത് റാഗിങ് ഇല്ല, റാഗിങ് കിട്ടിയില്ല. ഇവിടെ റാഗിങ് ഇല്ല. ഇവിടെ ഒരു ഫേക്ക് പരാതി കഴിഞ്ഞ തവണ വന്നിരുന്നു. അത് അന്വേഷിച്ചു, ഇത് റാഗിങ് അല്ല എന്ന് അറിയിച്ചു. ആ കാര്യം കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞു. ഈ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോളേജാണ് പൂക്കോട് വെറ്റിനറി കോളേജ്. അതിൻ്റെ ഹെഡ് ഓഫ് ദി അക്കാഡമിക്സ് ആണ് ഡീൻ. ഡീനിനെ അഡീഷണലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് വാർഡൻ. അതിന് വാർഡൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിൽ ഒന്നിലും ഇടപെടാൻ പറ്റില്ല. കുട്ടികളാണ് അവിടെ മെസ്സ് നടത്തുന്നത്. കുട്ടികളുടെ മെസ്സിൻ്റെ പൈസ പിരിക്കുന്നതും ഫീസ് അടയ്ക്കുന്നതും അവർക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അറിയിക്കുന്നതും അങ്ങനെ പർച്ചേസും മറ്റു കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റൽ മാനേജരും അസിസ്റ്റൻറ്റ് വാർഡനും ഹോസ്റ്റൽ കമ്മിറ്റിയും ഹോസ്റ്റൽ സെക്രട്ടറിയുമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ വളരെ ക്ലിയറായിട്ടാണ് വാർഡൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ല. വാർഡൻ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് വാർഡൻ എന്ന പേര് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഹയർ ലെവൽ പോളിസി തീരുമാനം എടുക്കണമെങ്കിൽ വാർഡൻ്റെ അറിവോട് കൂടി എടുക്കാൻ പാടുള്ളൂ. ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങളും ഫൈനലൈസ് ചെയ്യാൻ പാടില്ല. ഫണ്ടിങ് കൊടുക്കുന്ന ഒരു ഏജൻസി എന്ന നിലയ്ക്ക് ഡീൻ തന്നെയാണ് വാർഡൻ എന്ന് വെച്ചിരിക്കുകയാണ്. വാർഡൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ലാന്ന് ഇനി ആരെങ്കിലും സംശയമുണ്ടോ? ഈ ഹോസ്റ്റൽ കമ്മിറ്റി SFI ആണോ? ഹോസ്റ്റൽ കമ്മിറ്റി അവിടെ താമസിക്കുന്ന കുട്ടികൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നുണ്ടാവും. മത്സരിച്ച് ജയിച്ചു ആരെങ്കിലും പേടിക്കുന്നുണ്ടാവോ? ഇത്രയും ദിവസമായിട്ടും പരാതി ഒന്നും വരാതിരുന്നത് കുട്ടികൾക്ക് പേടിക്കേണ്ട പ്രായമല്ല. കുട്ടികൾ അതിന് പ്രായപൂർത്തിയായവരാണ്. ഇവിടെ ആർട്ടിക്കിൾ 19 പ്രകാരം 24 മണിക്കൂറും കുട്ടികൾ സമയബന്ധിതമല്ലാത്ത കാലത്ത് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പേടി ഒരാളെ അറിയിച്ചില്ല. കുട്ടികൾ എന്തിന് അധ്യാപകരെ ഭയപ്പെടുന്നു? കംപ്ലൈന്റ് ഉണ്ട്. അത് പോലീസ് കണ്ടെത്തട്ടെ. പോലീസിന്റെ എൻക്വയറിയിൽ ആ കാര്യം കണ്ടെത്തട്ടെ. ഡീൻ എവിടെ അവൈലബിൾ ആണ്? നിങ്ങളിപ്പോൾ വന്ന പോലെ തന്നെ ഏത് കുട്ടികൾക്കും ഇവിടെ വരാം, എന്നെ കാണാം. ഏത് എന്തെന്നാ സംഭവിച്ചപ്പോൾ പറഞ്ഞില്ല, ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഞാൻ കണ്ടില്ല. ഇയാളെ സിദ്ധാർത്ഥനെ ഇത്രയധികം മർദ്ദിച്ചിട്ടും നിങ്ങൾ അറിയാൻ 2-3 ദിവസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആ പേടി അവിടെയുള്ള മറ്റു കുട്ടികൾക്കും അതറിയില്ല. സിദ്ധാർത്ഥൻ മരിച്ച് മോർച്ചറിയിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. കുട്ടികളെ നിങ്ങൾ പേടിക്കേണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം നാളെ തന്നെ ചെയ്യും. കാരണം അവർക്കറിയില്ല എന്താണ് സംഭവിച്ചത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം. പറയാനനുവദിച്ചാലല്ലേ പറയാനനുവദിക്കൂ. ഞാൻ സിദ്ധാർത്ഥൻ മരിച്ച് മോർച്ചറി കൊണ്ടാക്കി അത് കഴിഞ്ഞ് കുട്ടികളോട് പറഞ്ഞു, ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്, നാളെ പോസ്റ്റ്മോർട്ടം നടപടികളുണ്ടാവും. വീട്ടുകാർ സമ്മതിച്ചാൽ നമുക്ക് പൊതുദർശനത്തിന് വയ്ക്കാം. അതുവരെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. എന്തെങ്കിലും പ്രശ്നം പേഴ്സണലായിട്ടോ ഗ്രൂപ്പായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പേടിയോ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് കാണാം എന്ന് ഞാൻ പറഞ്ഞ് ആയിട്ടാണ് പോകുന്നത്. ഞാനും അസിസ്റ്റന്റ് വാർഡനും ഉണ്ടായിരുന്നു രാത്രി. അതിനുശേഷം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കുട്ടികൾ ഇതിനെ പറഞ്ഞു വിട്ടിട്ടും നമ്മൾ ഒന്നും കൂടി പോയിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാം. അത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആ കുട്ടികളോട് ചോദിക്കണം. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനൊരു അടി ഉണ്ടായെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ അന്വേഷണത്തിന് ശേഷമാണ്. അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 18-ാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്റ്റല്. പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ആളുകളെ കൊണ്ടുപോയി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പാരൻസിയുടെ കുറവില്ല. എനിക്ക് പറയാനുള്ളത്, ഇത്രയും ദുഃഖത്തിൽ ഇരിക്കുന്ന ആ വീട്ടുകാരെ നിങ്ങൾ മാധ്യമങ്ങൾ അറിയിക്കണം. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് 18 മുതൽ ഇതുവരെയുള്ള ഡേറ്റ് വൈസ് പറയാൻ തയ്യാറാണ്. എനിക്ക് ഒരു വീഴ്ചയും വന്നിട്ടില്ല.
അതിനൊപ്പം തന്നെ അവർക്ക് വേണ്ട സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട്. ആകെ ചെയ്തത് ഈ ദുഃഖാർത്ഥരായിട്ടുള്ള ആളുകൾ വിളിക്കാൻ വേണ്ടി ഞാൻ ഓരോ പണി ഏൽപ്പിച്ചു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോ, നിങ്ങൾ ബത്തേരിയിൽ പോ, നിങ്ങൾ വീട്ടുകാരെ നോക്കൂ, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കൂ. വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഈ പറഞ്ഞ എൻ്റെ സ്റ്റുഡൻറ്റ് കൃഷ്ണൻ. ഇപ്പൊ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടു എങ്ങനെയാണ് വീട്ടിൽ അറിയിച്ചില്ല എന്ന് പറയുന്നത്? വീട്ടിലാണ് ഞാൻ അറിയിച്ചത്, വീട്ടിൽ അമ്മാവനെയാണ് അറിയിച്ചത്. അത് അറിയിച്ചത് ഡീനല്ല എന്ന് പറയുമ്പോൾ ഡീൻ അവിടെ ഇരുന്നിട്ട് ആ സർജനോട് സംസാരിക്കുകയാണ്. ഈ ഡെത്ത്, ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അച്ഛൻ്റെ പേരെന്താണ്, ഫോൺ നമ്പർ എവിടെയാണ്, ഏത് സ്ഥലത്താണ് ഇയാളുടെ ജീവിതം, ഇതൊക്കെ അറിയണം. റൂമേഴ്സ് ഇതൊക്കെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇതിന് ശേഷം എന്താണ് അടുത്ത പ്രൊസീജിയർ, നിങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ആദ്യം നമുക്ക് ഒരു മൊഴി തരണം. മൊഴി തരുന്നതിന് അറിഞ്ഞ ആളുകൾ മൊഴി തരണം, ഡീൻ തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികളെ വിളിച്ചു വരുത്തി. ഞാൻ തൊട്ടപ്പുറത്തെ ക്യാമ്പസിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ ചെയ്തില്ല എന്നുള്ളതല്ല കുറ്റം. അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. 10 മിനിറ്റിനുള്ളിൽ മരണവിവരം വീട്ടിലറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഡ്വൈസറെ കണ്ടുപിടിച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം അഡ്വൈസർ, ഇത് ഡീൻ ചെയ്യേണ്ടതല്ല. ഡീൻ ഓരോ 5 കുട്ടികൾക്കും ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാരൻ്റ് ലൈക്ക് ഗാർഡിയനാണ്. അഡ്വൈസർ പിന്നെ അവരുടെ ഡീറ്റെയിൽസ് കയ്യിൽ വെച്ചിട്ടുള്ള ആളാണ്, അവരറിയിക്കും. അല്ലാതെ മരണകാരനെ നേരത്തെ അറിയിച്ചാലും നേരത്തെ അറിയിച്ചില്ലെങ്കിലും ഒരു കാര്യമില്ല. മറച്ചു വെച്ചതെന്ന് പറയുന്നത് തെറ്റാണ്. 5 മിനിറ്റിനുള്ളിൽ VC അറിഞ്ഞിട്ടുണ്ട്, രജിസ്ട്രാർ അറിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് മരണം സ്ഥിരീകരിച്ചതിന് ശേഷം വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു സമാന്തര കോടതിയിലൊക്കെ വാർത്ത വന്നത് ശരിയല്ല എന്ന് പറഞ്ഞ DYSP പറഞ്ഞിരുന്നു. പക്ഷെ DYSP പറഞ്ഞ വേറെ കാര്യം, ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനമൊക്കെ നേരത്തെയും ഇവിടെ നടന്നിട്ടുണ്ട്, പരാതി എത്താറില്ല എന്നാണ്. ഒരു സമാന്തര കോടതിയൊന്നും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള അന്വേഷണം ബോധ്യമായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇത് എന്താണ്, നിങ്ങൾ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. ഇപ്പോൾ DYSPയുടെ മുന്നിൽ വന്നിട്ടുണ്ടല്ലോ. അവർ വിദഗ്ധരായിട്ടുള്ള ഒരു ടീമാണ് അന്വേഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം ഒരാളെ വെച്ചു, പിന്നീട് ടീമാക്കി വെച്ചു. അതുകൊണ്ട് അത് തെളിയട്ടെ. ഏതെങ്കിലും കുറ്റത്തിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തക്കമായ ശിക്ഷ കൊടുക്കും. ഇപ്പോൾ ആ ശിക്ഷണ നടപടികൾ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ക്രിമിനൽ ഒഫൻസ് എൻ്റെ പരിധിയിൽ വരുന്നതല്ല. റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പരാതിയിലെ ഇമ്മീഡിയറ്റ് എൻക്വയറി, അപ്പം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ മീറ്റിംഗ്, അതിനുശേഷം ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ മീറ്റിംഗ് ഓൺലൈനായിട്ട് കൂടുന്നു. അങ്ങനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നു. 12 പേരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം 23-ാം തീയതി നമ്മൾ വിപുലമായിട്ടുള്ള ഓഫ് ലൈനിൽ ഈ മീറ്റിംഗ് കൂടുന്നു. ഈ കണ്ടുപിടിച്ചതെല്ലാം അംഗീകരിക്കുന്നു. ഇനി വിപുലമായ അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. 23 കഴിഞ്ഞ് 26 മുതൽ 29 വരെ വിപുലമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 100-ൽ പരം കുട്ടികളെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അത് കൺസോൾഡേറ്റ് കൊടുത്തു. ആ കുട്ടികളിൽ നിന്ന് കണ്ടെത്തിയ 31 പേരെ നമ്മൾ പ്രതിയാക്കിയിട്ടുണ്ട്. ആ പ്രതിയാക്കിയതിൽ 19 പേര് ഈ UGC പറയുന്ന റെഗുലേഷനിൽപ്പെട്ട ഏറ്റവും സിവിയറായിട്ടുള്ള പണിഷ്മെൻ്റാണ് ക്ലോസ് 9. ആ ക്ലോസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBAR, expel from the hostel as well as from the college, and debarring for further studies for 3 years. Clear ആയോ? ഈ ദിവസങ്ങളിലെ ഉണ്ടായിരുന്നല്ലോ, ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊന്നും അവരിടപെട്ടില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പർട്ടിക്കുലർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഇതിൻ്റെ എല്ലാ വർക്കും തീർന്ന് ഏകദേശം 7 മണി കഴിയുമ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 18 മുതൽ 20 ഇന്ന് വരെയുള്ള റിപ്പോർട്ട്, 3-ാം തീയതി ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് VCയുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഡയറക്ടർ ഈ കാര്യത്തിൽ വേറൊരു ക്ലാരിറ്റി വേണം. ഇത് ഡീൻ അല്ല യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അത് ഡയറക്ടർ ഓഫ് അക്കാഡമിക്സ് ആണ്. അതുപോലെ തന്നെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി പ്രിമിസസ് രജിസ്ട്രാറിൻ്റെ കീഴിലാണ്. ഹോസ്റ്റലുകളുടെ മെയിൻ്റനൻസ്, ഹോസ്റ്റലുകളുടെ നിയന്ത്രണം, അപ്പോയിൻമെൻറ്റ്, എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തേണ്ടത് രജിസ്ട്രാറാണ്. ഇതിൻ്റെ ഓവറോൾ എക്സിക്യൂട്ടീവാണ് VC. അപ്പോൾ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഡയറക്ടർ അക്കാഡമിക്സ് ഇവരെല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അല്ലാതെ ഇത് ഒരു സംഭവം നടന്ന് കോളേജിനെ മാത്രമാക്കിയിട്ട് ചുരുക്കരുത്. കാരണം ഇത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഈ നിർഭാഗ്യകരമായ സംഭവം, അതിൻ്റെ നഷ്ടം ഒരു വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, പഠിപ്പിച്ച അധ്യാപകർക്ക് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ ഇനി ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളുടെ കാര്യം കൂടി ഞാൻ നോക്കണ്ടേ. ഇനി ഇതിലൊരു കുട്ടിക്ക് എനി ടൈപ്പ് ഫിസിക്കൽ അസോൾട്ട് വേണ്ട,
മെൻ്റലായിട്ടുള്ളതും വേണ്ട, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതുപോലെ തന്നെ നിൽക്കുമ്പോൾ ഡീൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കും. ഡീൻ ഒറ്റ കാര്യം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിൽ നേരത്തെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീൻ MK നാരായണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നേരത്തെ അദ്ദേഹത്തിനെതിരെ ഗുരുതര വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്.